ഹായ് ഗൈസ്, എസ് ശങ്കർ തിരക്കഥ എഴുതി എസ് ശങ്കർ സംവിധാനം ചെയ്ത ഇന്ത്യൻ 2 കമൽഹാസൻ ഉലക നായകനായെത്തിയ ഇന്ത്യൻ എന്ന് പറഞ്ഞ വമ്പ പടം ഉണ്ടാക്കിയെടുത്ത ഒരു ഡയറക്ടറാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളുടെ പ്രശ്നം. അതായത് അത്രയും അടിപൊളിയായ ഒരു ക്യാരക്ടറിനെ കൊല വിളിച്ചു എന്ന് വേണം പറയാൻ. ഇന്ത്യൻ 2 കാണുമ്പോൾ വമ്പൻ പ്രതീക്ഷയുണ്ട്. കാരണം താത്ത എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അങ്ങനെയായിരുന്നു ബിൽഡ് ചെയ്തത്. അപ്പം അവര് റീ എൻട്രി എന്നൊക്കെ പറയുമ്പോൾ ഏത് ലെവൽ സംഭവങ്ങളാണ് പുള്ളിക്കാരൻ കൊണ്ടുവരുന്ന ഐഡിയാസ്, എന്താണ്, എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നതൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ തലയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം ഒരു ഒറ്റ സിനിമ കൊണ്ട് ഇല്ലാണ്ടാക്കിയെന്ന് വേണം പറയാം. മർമാണി കഷായായിരുന്നു ഇത്. സത്യം പറഞ്ഞാൽ മർമ്മം പലതരത്തിലും 100 മർമ്മങ്ങളോളം കാണിച്ചിട്ടുണ്ട്. പലതരത്തിലും മർമ്മങ്ങൾ കണ്ടെടുക്കി കേട്ടെടുക്കി എല്ലാം ചെയ്തിട്ട് ഒരുമാതിരി പടത്തെ കൊളാക്കി ഒരു കഷായ രൂപത്തിലോട്ട് എത്തിച്ചിട്ടുണ്ട്. അതായത് പുള്ളിക്കാരനെ കണ്ട പണ്ട് തന്നെ പുള്ളിക്കാരനെ ആദ്യത്തെ ഇന്ത്യൻ സിനിമയിൽ തന്നെ പുള്ളിക്കാര് 90-95 വയസ്സുകളോളം ഉണ്ട്. അപ്പൊ അയാൾ രണ്ടാമത് വരുമ്പോ എങ്ങനെ ഈ ഒരു ബോഡി ബിൽഡിൽ, അതായത് വേണമെങ്കിൽ മസിൽ ഉള്ളോട്ട് വലിക്കുക പുറത്തോട്ട് വലിക്കുക, ആ ഒരു പവറിൽ ആ ഒരു എനർജിയിൽ എങ്ങനെ വരും? അത് റിയലിസ്റ്റിക്കലി പോസിബിൾ അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ പല വഴികളിലൂടെ നമുക്ക് വായുസ് കൂട്ടാം, അതായത് അതിനുള്ള വഴികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് കരുതുക. പക്ഷെ എങ്കിലും ഒരു കാരണവശാൽ ഈ ഒരു ബോഡി ബിൽഡുമായിട്ട് ഒരാൾക്ക് തിരിച്ചു വരാൻ പറ്റില്ല. താത്ത തിരിച്ചു വന്നു. പക്ഷെ താത്ത തിരിച്ചു വന്നത് പുതിയ ഐഡിയാസ് കൊടുക്കാനും യങ് ജനറേഷൻസിനെ എംപവർ ചെയ്ത് അവരെ കൊണ്ട് കാര്യങ്ങളെ കൊണ്ട് മാറ്റം വരുത്താൻ, അവരിലൂടെ മാറ്റങ്ങൾ വരുത്താനുള്ള ഐഡിയാസ് കൊടുക്കാനും ഉപദേശം കൊടുക്കാന്നുള്ള രീതിയിൽ പുള്ളിക്കാരെ കസേരയിലിരുന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. കാരണം പുള്ളിക്കാരുടെ ഐഡിയാസിനും പുള്ളിക്കാരുടെ ആറ്റിറ്റ്യൂഡിനും ആ ഒരു ലക്ഷ്യത്തിനാണ് പ്രാധാന്യം. ആ സംഭവം തന്നെ പിടിച്ചു പോയാൽ മതിയായിരുന്നു. താത്ത തന്നെ ഇതെല്ലാം ചെയ്യണം നന്നായി ഇത്ര നിർബന്ധം. അത് ഈ പറഞ്ഞ സിദ്ധാർത്ഥിലൂടെയും ആ ഒരു യൂട്യൂബ് ഗാങ്സ് ഉണ്ടല്ലോ അതിലൂടെ ചെയ്തു കഴിഞ്ഞാൽ പടം അടിപൊളിയാവട്ടെ. അതിന് പകരം താടി ഓടി 100-110 വയസ്സിൽ ചെയ്യുന്ന പറഞ്ഞാൽ അത് ഒട്ടും വിശ്വസനീയല്ല. ഇന്ത്യയിലൊരു പടത്തെ തകർത്ത് തരിപ്പണാക്കി ശങ്കർ. പുള്ളിക്കാരൻ തിരക്കഥയും ഡയലോഗുകളൊക്കെ പുള്ളിക്കാരനെ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ജനറേഷനിലെ യൂട്യൂബ് സോഷ്യൽ മീഡിയ എല്ലാം ക്ലബ് ചെയ്ത് ഒരു സംഭവമാക്കാൻ ചെയ്താണെന്ന് തോന്നുന്നു. പക്ഷെ വളരെയധികം ഫ്ലോപ്പായി പോയി എന്ന് വേണം പറയാൻ. അഭിനയിച്ചവർക്ക് അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ സിദ്ധാർത്ഥ് കിഡ്ലായി അഭിനയിച്ചിട്ടുണ്ട്, ആ ഗ്യാങ്ങിലുള്ള എല്ലാവരും അടിപൊളിയായി അഭിനയിച്ചിട്ടുണ്ട്. കമൽഹാസൻ ഉലകനായകൻ അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ പല സീനിൽ കാണും, പല പ്രായമാണ്. അത് ഷൂട്ടിങ് അടുപ്പിച്ചിട്ടില്ല, പല സമയങ്ങളിലായി ഷൂട്ട് ചെയ്ത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു മേക്കപ്പ് അല്ല പിന്നെ കാണുമ്പോൾ ഒരു മേക്കപ്പിൽ കുറച്ച് പ്രായം കുറവാണ്. ആ ഷിപ്പിലുള്ള സീനിലൊക്കെ കാണുമ്പോൾ പുള്ളിക്കാരൻ കുറച്ച് പ്രായം കുറച്ച് തടിച്ചിട്ടുള്ള ലുക്കാണ്. അത് കഴിഞ്ഞിട്ടുള്ള ലുക്ക് നല്ല പ്രായമുണ്ട്. അത് പിന്നത്തെ ലുക്ക് വേറൊരു പ്രായമാണ് കാണിക്കുന്നത്. അതായത് അവർക്ക് ആ കൺസിസ്റ്റൻസി, മേക്കപ്പിൽ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ AI നടുപടി വേണു വിവേകൊക്കെ വരുന്നുണ്ട്. അതും മഹാ അലമ്പായിരുന്നു. എന്ന് വെച്ചാൽ AI എന്നുള്ള സംഭവം ഒക്കെ ഉള്ള, പക്ഷെ അവരുടെ ഭാവങ്ങൾ മാറുന്നില്ല, മുഖം അനങ്ങുന്നില്ല, സംഭവങ്ങളൊന്നും വർക്കാവുന്നില്ല. പിന്നെ ഈ സോഷ്യൽ മീഡിയ യൂട്യൂബായി കണക്ട് ചെയ്തൊക്കെ കൊള്ളാം. പക്ഷെ അതൊക്കെ ഈ യൂട്യൂബ് ഗ്യാങ് കമോൺ ഇന്ത്യ എന്ന് പറഞ്ഞ വാക്കിലരെ ഏറ്റുപിടിക്കാൻ സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ റയർ ചാൻസ്. അത് കണ്ടിട്ട് അയാൾ വരിക ഗോ ബാക്ക് ഇന്ത്യ എന്ന് പറയുക, അങ്ങോട്ട് പറഞ്ഞു വിടുക, അതൊക്കെ ഒരു ഫാന്റസി എന്നുള്ള രീതിയിൽ കൊള്ളാം. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിന്റെ മ്യൂസിക് ആണ്. ഇതിന്റെ മ്യൂസിക് എടുത്തു പറയണം. കാരണം AR റഹ്മാൻ അത്രയും അടിപൊളിയായി കിണ്ണം കാച്ചി പാട്ടുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ത്യയില്. അതിനെ വല്ലതും മാറ്റി താത്ത വരാതെ ആക്കി തീർത്തല്ലോ ഇയാള്. ഇങ്ങനത്തെ ഒരു പടം ഏറ്റെടുക്കണ്ടായിരുന്നു. കാരണം അയാളുടെ സ്റ്റൈലിലെ പടം പിടിച്ചു പോവാ. റോക്ക് സ്റ്റാർ അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലിലെ പടം എല്ലാം എടുത്തു പോയിക്കോട്ടായിരുന്നു. റോക്ക് സ്റ്റാർ ആക്കാൻ നോക്കി തന്നെയാണ് ശങ്കർ. അത് പക്ഷെ വളരെ പരാജയപ്പെട്ടു. ഇതിന്റെ മ്യൂസിക്കും വളരെ അബദ്ധമായിട്ടുണ്ട്. സത്യം പറയാലോ, എല്ലാം കൊണ്ടും എല്ലാവരും കൂടെ ഒന്നിച്ചു ചേർന്ന് അബദ്ധമാക്കി എന്ന് വേണം പറയാം. അങ്ങനെയാണെങ്കിൽ സിനിമയെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ലാസ്റ്റിൽ ഇന്ത്യൻ 3 ട്രെയിലർ കാണിക്കുന്നുണ്ട്. മേ ബി ഇന്ത്യൻ 3 നന്നായിട്ട് വരും. കാരണം താത്ത എങ്ങനെ ഈ ഒരു ലെവലിലോട്ട് എത്തിയത്, എങ്ങനെയാണ് ഈ ഒരു അയാളുടെ ജേർണി കാണിക്കുന്നത്, മേ ബി അത് നന്നായിട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇന്ത്യൻ 2 ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അത്രയുള്ളൂ. ഇന്ത്യൻ 2 നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയിട്ടുണ്ട്. കാണാത്തവർ വേണം പോയി കാണാം. ഒരു എക്സ്പീരിയൻസ് ആണത്. നിങ്ങൾ പോയി കണ്ടനുഭവിക്കുക. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണോ? ഇന്ത്യൻ 2 കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നല്ല താഴെ കമന്റ് ചെയ്യണം. താത്ത എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇന്ത്യൻ 2 താത്തേനെ ഇഷ്ടപ്പെട്ടോ? എല്ലാം കമന്റ് ചെയ്യണേ. അപ്പൊ അത്രയുള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അത്രയുള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുമോ? റിവ്യൂ, റിയാക്ഷനോ, സോഷ്യൽ നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.